ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ക്യാബേജ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതായത് കുക്കറിൽ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കണമുണ്ട്, എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഞാൻ ഇപ്പോൾ റൈസാണ് എടുത്തിട്ടുള്ളത്, 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് ഒന്ന് വെള്ളം പോകാനായിട്ട് വാരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഹാഫ് ആൻ അവർ വെച്ചിരുന്നാൽ മതിയാകും. അപ്പം നിങ്ങളിപ്പോൾ റൈസ് ഇല്ലാതെ കുക്ക് ചെയ്ത് ചോറായിരുന്നാലും ഈ സെയിം പ്രോസസ്സിൽ ഉണ്ടാക്കാം നിങ്ങൾക്ക്. അപ്പോൾ അത് എളുപ്പത്തിൽ ഒരു 10 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് റെഡിയാകും. ഞാനിപ്പം ഇതിലുണ്ടാക്കി കാണിക്കാം. അപ്പം നിങ്ങൾ ഏതിനും അരി വേണമെങ്കിലും എടുക്കാം. അപ്പം നിങ്ങൾ ഓരോ ബ്രാൻഡെന്നില്ല, നിങ്ങൾ എടുക്കുന്ന അരിയുടെ വാഗ് നിങ്ങൾക്ക് മനസ്സിലാകാം, കുക്കിംഗ് ടൈം നിങ്ങൾക്കറിയാം, അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പം എനിക്ക് ഈ റൈസ് എപ്പോഴും ഞാൻ ഒരു 2 വിസിലാണ് വയ്ക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല ആദ്യം അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതായത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക്, 4 പച്ചമുളക് എടുത്താൽ മതിയാകും, നല്ല എരിവുള്ളതാണെന്ന് എനിക്ക്. അപ്പോൾ നിങ്ങൾ എരി കുറഞ്ഞതാണെങ്കിൽ നോക്കിയെടുക്കുക. ഞാൻ ഒരു 4 നല്ല എരിയുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ടേബിൾ സ്പൂണാണ്, വലിയ സ്പൂണാണ്. ഇതിൽ ഒരു 2 സ്പൂൺ തേങ്ങയും 2 സ്പൂൺ കടലയും. ഇതറിയാമല്ലോ, നമ്മുടെ മിക്സറിലൊക്കെ ഇരിക്കുന്ന ആ സെയിം കടലയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കടല, 2 ടേബിൾ സ്പൂൺ തേങ്ങ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു 4-5 എരിയുള്ള പച്ചമുളക്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില എന്ന് പറഞ്ഞാൽ മല്ലി ഇലയിനേക്കാളും മല്ലി തണ്ടാണ് നല്ലത്. എൻ്റെ അടുത്ത് തണ്ടായിട്ടില്ല, ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. തണ്ട് ഇല്ലെങ്കിൽ ഇല എടുക്കുക, തണ്ട് ഉണ്ടെങ്കിൽ അതാ ബെറ്റർ. എനിക്ക് തണ്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറിയ തണ്ടേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മല്ലിയുടെ തണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ചെറിയ മിക്സി ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് ആ മസാല ഞാൻ ഇപ്പോൾ നല്ല മഷി പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് വെച്ചുണ്ടാക്കണോണ്ട് കുക്കർ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾ ഗീ എടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് നല്ല കൂടുതലായിരിക്കും. ഇപ്പം ഞാൻ ഓയിലാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് ഏത് ഓയിലാണ് യൂസ് ചെയ്യണോ അത് എടുത്തേക്കുക. ഇതിലേക്ക് ഇപ്പം ഞാൻ കുറച്ച് ജീരകവും കരിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് പൊട്ടിക്കാൻ പോവാണ്. മീഡിയം അല്ലെങ്കിൽ ലാർജ്, ഒരു വലിപ്പമുള്ളത് തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വലിയ ഒരു സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഉപ്പിടുന്നുണ്ട്. നമുക്ക് റൈസിനും ആവശ്യമായിട്ടാണ് ഉപ്പിടേണ്ടത്. അപ്പോൾ ഉപ്പ് ഇപ്പം കുറച്ച് കൂടുതലായിരുന്നാൽ തന്നെ അരി വെന്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ സവോള ബ്രൗൺ ആയിട്ട് വേണം ക്യാബേജ് മിക്സ് ചെയ്യാം. അപ്പോൾ ബ്രൗൺ ആകണ വരെ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ല ബ്രൗൺ ആയിട്ടില്ല, പക്ഷെ കുറച്ച് ശകലം കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പം 2 കപ്പ് ക്യാബേജ് ഇടുകയാണ്. 2-2.5 കപ്പ് ഇരിക്കും. അപ്പോൾ ഇത് നല്ല ചെറുതാക്കണ്ട, കുറച്ച് നീളമായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇടുക. കുറച്ച് തിന്നായിട്ട് കുറച്ച് ലെങ്തി ആയിട്ട് തന്നെ കട്ട് ചെയ്തിടുക. അപ്പോൾ നമുക്ക് അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് വഴറ്റാം. സവാളയുടെയും കൂടെ കളർ അല്പം ഒന്ന് മാറണ വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ അത് ബ്രൗൺ ആയി വന്നിട്ട് നമുക്കിപ്പോൾ ഇത് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാല കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതായത് ഇത് കുക്ക് ചെയ്യാൻ സമയമില്ല, ഈ ഓണിയനും ക്യാബേജും ഫ്രൈ ആകുന്ന സമയം മാത്രമേ നമുക്ക് അല്പം സമയം കൂടുതലാവുള്ളൂ. ബാക്കിയെല്ലാം ഭയങ്കര എളുപ്പമാണ്. അപ്പം നമ്മുടെ മസാലയുടെ പച്ചമണം നല്ലപോലെ മാറി ഫ്രൈ ആയിട്ടുണ്ട്. കാണണല്ലോ, എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇത്രേ ആവുള്ളൂ. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഇത് വെജിറ്റബിൾ ക്യാബേജ് റൈസ് ആയതുകൊണ്ട് വെജിറ്റബിൾ മസാല ആഡ് ചെയ്യണത്. അതായത് ഞാൻ ഇപ്പോൾ 2 വെജിറ്റബിൾ മസാലയുടെ ക്യൂബ്സാണ് ഇടുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ മസാല ഇടുക. അങ്ങനെ വെജിറ്റബിൾ മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ടാലും മതിയാകും. നിങ്ങൾക്ക് ചിക്കൻ്റെ നല്ല ഫ്ലേവർ കിട്ടും. അത് അല്ലെങ്കിൽ ചിക്കൻ മസാലയും ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഗരം മസാല ഇട്ടാലും മതിയാകും. അല്ലെങ്കിൽ നിങ്ങൾ ബിരിയാണി മസാലയോ ചിക്കൻ മസാലയോ അങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ വരും, അത് നല്ലതാണ്. ഞാൻ ഇപ്പോൾ വെജിറ്റബിൾ ബിരിയാണി എന്ന് പറഞ്ഞതുകൊണ്ടാണ് വെജിറ്റബിൾ മസാല ഇടുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇടാം. അരി നിങ്ങൾ ഇതിനു വേണ്ടി ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ്സ് വെള്ളത്തിലിട്ട് 5 മിനിറ്റ്സ് മാത്രം ഒന്ന് സോക്കാക്കിയിട്ട് വെള്ളം പോകാനായിട്ട് ഒന്ന് വാരാൻ വെച്ചാൽ മതിയാകും. അത് കഴിഞ്ഞിട്ട്
നിങ്ങൾ ഈ കുക്കിങ്ങിൻ്റെ ഈ ഓണിയനൊക്കെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ തന്നെ സമയം നിങ്ങൾക്ക് കറക്റ്റായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ ഈസിയാണ്. നമുക്ക് അരി മിക്സ് ചെയ്യാം. പതുക്കെ ഉടയാതെ മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഇപ്പോൾ കുക്ക് ചെയ്ത റൈസ് ആണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ചോറിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് 1-5 മിനിറ്റ് അടച്ച് എല്ലാം മിക്സ് ചെയ്ത് ഒന്ന് മാറ്റിയാൽ മതിയാകും. അത് എളുപ്പത്തിൽ തന്നെ ആകും. അപ്പോൾ ഞാൻ റൈസ് ആയതുകൊണ്ടാണ് റൈസ് ഒന്ന് ഇതിൻ്റെ കൂടെ മസാലയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ 2 കപ്പാണ് അരി എടുത്തിട്ടുള്ളത്. എൻ്റെ കപ്പ് 250 ml കപ്പിൽ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ 4 കപ്പാണ് വെള്ളം ഒഴിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ അരി ഉടയാതെ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കാൻ പോണത്. 2 കപ്പിന് 4 കപ്പാണ്. എൻ്റെ അരിക്ക് അങ്ങനെയാണ്. നിങ്ങൾ ഏത് അരിയാണ് എടുക്കുന്നത് അതിൻ്റെ അളവ് വെള്ളം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങൾ ഒഴിച്ചാൽ മതിയാകും. ഇപ്പോൾ തിളച്ച വെള്ളമാണ് ഒഴിക്കണത്. ഇപ്പോൾ തിളച്ച വെള്ളം ആയതുകൊണ്ടാണ് ഒഴിച്ച ഉടനെ തിളയ്ക്കണത്. ഇപ്പം ഞാൻ ഒന്നും വേണ്ട, ഇനിയും ഒന്ന് അടച്ചു വെച്ച് വാഷറെല്ലാം ഉണ്ട് വിസിൽ വെച്ച് തന്നെ. എനിക്ക് റൈസ് 2 വിസിലാണ് വേകണത്. അപ്പോൾ ഞാൻ 2 വിസിൽസ് പായ ഉടനെ ഞാൻ ഓഫ് ചെയ്യാൻ പോകണം. അപ്പം വിസിൽ വെയിറ്റ് വെച്ച് നമുക്ക് തീ ഒന്ന് ശ്രദ്ധിക്കുക. തീ ഫ്ലെയിം കുറച്ചിട്ട് ഒരു 2 വിസിൽ അതിനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ വിസിൽ എല്ലാം പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാം. എനിക്ക് 2 വിസിൽ കറക്റ്റായിട്ടായിരിക്കണത്. ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന റൈസിൻ്റെ ഇത് നിങ്ങൾക്കറിയാം, അതിൻ്റെ കുക്കിംഗ് ടൈം അത് നോക്കിയെടുക്കുക. ഫോർക്ക് വെച്ചാണ് പതുക്കെ മിക്സ് ചെയ്യേണ്ടത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില വിതറി എടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. ഞാൻ ഇപ്പോൾ ഇതിൽ ഒന്നും ഇട്ടിട്ടില്ല, ഗീ ഒന്നും ഒഴിച്ചിട്ടില്ല, ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും മിക്സ് ചെയ്തിട്ടിട്ടില്ല. സിമ്പിളായിട്ട് എളുപ്പത്തിലാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ വേണമെങ്കിൽ ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക. ചിക്കൻ മസാല ഇടുകയാണെങ്കിൽ അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ വെജിറ്റേറിയൻകാർക്ക് വേണ്ടിയാണ്, അതായത് ഗരം മസാല ഇഷ്ടപ്പെടാത്ത ആളുകളും കാണും. അതുകൊണ്ടാണ് ഞാൻ ഈ വെജിറ്റബിൾ മസാല മാത്രം ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ അതുപോലെ എടുക്കുക. എൻ്റെ റൈസൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ ഡബിൾ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 വിസിലും വെച്ചിട്ട് പ്രഷർ പോയ ഉടനെ തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റൈസ് എങ്ങനെയാണ് നിങ്ങൾ കുക്ക് ചെയ്യണത് അറിയാമല്ലോ. അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണോ, അതിൻ്റെ കുക്കിംഗ് ടൈം എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ റൈസിൻ്റെ കുക്കിംഗ് ടൈമും എൻ്റെ അളവ് വെള്ളവും ഇങ്ങനെയാണ്. പിന്നെ നിങ്ങൾ കുക്ക് ചെയ്ത ചോറാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മുടെ ടേസ്റ്റിയായ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാബേജ് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ഞാൻ ഇത് ചുമ്മാ ഡെക്കറേറ്റ് ചെയ്തതന്നേ ഉള്ളൂ ക്യാമറയ്ക്ക് വേണ്ടി. നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഹോം മെയ്ഡ് പപ്പടവും ഇതിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഡേറ്റ്സ് പിക്കിളുമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു റൈത്തായും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം, തൈരും കൂട്ടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ വരുന്ന ബെൽ ബട്ടൺ മറക്കാതെ ഒന്ന് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.